ഹലോ ഗൈസ്, എല്ലാവർക്കും ടെക്നോവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓഗസ്റ്റ് 6-ാം തീയതി മുതൽ ഫ്ലിപ്കാർട്ടിലും ആമസോണിലും ഫ്രീഡം സെയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പൊതുവെ എല്ലാ സെയിലുകളും പോലെ ഈ സെയിലിലും ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള പ്രൈസ് പോയിന്റിൽ വന്നത് അല്ലെങ്കിൽ ഏറ്റവും നല്ല ഓഫേഴ്സ് നമ്മൾ കണ്ടിരുന്നത് ഐഫോൺസിലായിരുന്നു. ഐഫോൺസ് എന്ന് പറയുമ്പം എല്ലാ ഐഫോൺസിനൊന്നും ഇല്ലായിരുന്നു. പ്രോയ്ക്കും പ്രോ മാക്സ് ഒഴിച്ച് ബാക്കി എല്ലാ മോഡൽസിനും തരക്കേടില്ലാത്ത ഓഫേഴ്സ് നമുക്ക് ഫ്ലിപ്കാർട്ടിലുണ്ടായിരുന്നു. ആമസോണിലാകെ ഐഫോൺ 13 മാത്രമായിരുന്നു ഓഫർ ഉണ്ടായിരുന്നത്. ആ ഒരു ഓഫറിലുള്ള ഐഫോണിൻ്റെ പ്രൈസിങ് കണ്ടപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം കാറ്റഗറി തിരിച്ച് ഓരോ വീഡിയോ ചെയ്യണമെന്നുണ്ടായിരുന്നു. ലാപ്ടോപ്സ്, ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോൺസ്, സ്മാർട്ട് വാച്ചസ്, TWS, ബ്ലൂടൂത്ത് സ്പീക്കേഴ്സ്. പക്ഷേ ഇതിനു വേണ്ടി, അതായത് നല്ല ഡീലുകളുള്ള ഈ പറഞ്ഞ കാറ്റഗറിയിലുള്ള പ്രൊഡക്റ്റുകൾ തപ്പിയപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്. നമ്മൾ എക്സ്പെക്ട് ചെയ്തതുപോലെ ഉള്ള ഒരു സെയിലല്ല ഇപ്പോൾ വന്നിരിക്കുന്നത്. വളരെ കുറച്ച് മോഡൽസിന് മാത്രമാണ് നമുക്ക് എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഓഫേഴ്സ് വന്നിരിക്കുന്നത്. എപ്പോഴും എടുത്ത് നിൽക്കാൻ വേണ്ടി അല്ലെങ്കിൽ ആ ഒരു സെയില് വർത്താണെന്ന് കാണിക്കാൻ വേണ്ടി മാത്രം ആസ് യൂഷ്വൽ ഐഫോൺസിന് ഓഫർ കൊടുത്തതേ ഉള്ളൂ. അല്ലാതെ നമ്മുടെ ഫെസ്റ്റിവൽ സീസൺ സെയിൽ, അതായത് ഫ്ലിപ്കാർട്ട് ബിഗ് ബില്യൺ ഡേയ്സും ആമസോൺ ഗ്രേറ്റ് ഫെസ്റ്റിവലൊക്കെ പോലെ എല്ലാ പ്രൊഡക്ട്സിനും, അതായത് എല്ലാ കാറ്റഗറിയിലുള്ള പ്രൊഡക്ട്സിനും നല്ല ഓഫേഴ്സ് നമുക്ക് ഈ ഒരു സെയിലിൽ കാണാൻ സാധിക്കുന്നില്ല. ഈ ഒരു സെയിലിൻ്റെ ടൈമിൽ എനിക്ക് പേഴ്സണലി തോന്നിയ കുറച്ച് കാര്യങ്ങൾ, ഈ പറഞ്ഞ ഫ്ലിപ്കാർട്ടും ആമസോണും പോലുള്ള ഇ കൊമേഴ്സ്യൽ കമ്പനികൾ സാധാരണക്കാരനെ പറ്റിക്കാൻ വേണ്ടി ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നത്. അല്ലാതെ ഇതിൽ നമ്മൾ ഓഫേഴ്സിനെ പറ്റി അല്ലെങ്കിൽ എക്സ്ക്ലൂസീവ് ഡീൽസിനെ പറ്റി ഒന്നും നമ്മൾ സംസാരിക്കുന്നില്ല. എനിക്ക് എൻ്റെ കുറച്ച് പേഴ്സണൽ ഒപ്പീനിയൻ ഷെയർ ചെയ്യാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. സോ താല്പര്യമുള്ളവർക്ക് വീഡിയോ തുടർന്ന് കാണാവുന്നതാണ്. ഇതിൽ നമ്മൾ ഓഫേഴ്സിൻ്റെ കാര്യങ്ങളൊന്നും പറയുന്നില്ല എന്നുള്ളത് ആദ്യം തന്നെ ഒരു ഡിസ്ക്ലൈമർ ആയിട്ട് പറയുന്നു. സോ നമുക്ക് സെയിലിൻ്റെ കാര്യത്തിലോട്ട് വരുമ്പോൾ നമുക്ക് ഏറ്റവും വലിയ സെയിൽ വരുന്നത് ഈ പറഞ്ഞ ഫെസ്റ്റിവൽ സീസൺ സമയത്താണ്. അതായത് സെപ്റ്റംബർ അവസാനം അല്ലെങ്കിൽ ഒക്ടോബർ ആദ്യമൊക്കെയാണ് നമുക്ക് ഏറ്റവും നല്ല സെയിലുകൾ വരുന്നത്. ഫ്ലിപ്കാർട്ടിൽ നമുക്ക് ബിഗ് ബില്യൺ ഡേ സെയിലും ആമസോണിൽ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവലായിട്ടാണ് വരുന്നത്. ആ ഒരു ടൈമിൽ ഓൾമോസ്റ്റ് എല്ലാ പ്രൊഡക്റ്റിനും ഒരു മിനിമം 10-20% ഓഫ് കാണും. സോ ആ ഒരു ടൈമിൽ നമുക്ക് ഏതൊരു പ്രൊഡക്റ്റ് നോക്കിക്കഴിഞ്ഞാലും നോർമൽ സെല്ലിംഗ് പ്രൈസിനെക്കാട്ടി കുറവായിരിക്കും ആ ഒരു സമയത്ത് സെയിലിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത്. എന്നാൽ ഇപ്പോൾ ഈ വന്ന സെയിൽ പോലെയുള്ള, അതായത് ഇൻഡിപെൻഡൻസ് ഡേ സെയിൽ, റിപ്പബ്ലിക് ഡേ സെയിൽ, ദീപാവലി സെയിൽ, പിന്നെ ന്യൂ ഇയർ സെയിൽ, പ്രൈം ഡേ സെയിൽ നടക്കുന്ന സമയത്ത് ഫ്ലിപ്കാർട്ടിൽ ഒരു ബിഗ് സേവിംഗ് ഡേ എന്ന് പറഞ്ഞൊരു സെയിൽ നടത്താറുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സെയിലിൽ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾക്ക് മാത്രമേ ഓഫേഴ്സ് ഉള്ളൂ. ബാക്കിയുള്ള ഓഫേഴ്സ് സാധാരണക്കാരനെ പറ്റിക്കാൻ വേണ്ടി ആ ഒരു ഹോം സ്ക്രീനിൽ ജസ്റ്റ് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഓഫേഴ്സ് ഇടുന്നത്. നമ്മൾ ചില പ്രൊഡക്റ്റുകളൊക്കെ എടുത്ത് നോക്കുന്ന സമയത്ത് ലിമിറ്റഡ് ടൈം ഡീൽ അല്ലെങ്കിൽ എക്സ്ക്ലൂസീവ് ഡീൽ അല്ലെങ്കിൽ ഓഫർ എൻസ് ഇൻ 2 hours 3 hours എന്നൊക്കെ കാണിച്ചിട്ട് കുറേ പ്രൊഡക്റ്റുകൾ കാണാൻ പറ്റും. അവർ ഈ പറഞ്ഞ ഹോം സ്ക്രീനിൽ വലിയ അക്ഷരത്തിൽ നോർമൽ പ്രൈസ്, അതായത് ആ പ്രൊഡക്റ്റിൻ്റെ MRP ഇട്ടിട്ട് കട്ട് ചെയ്ത് കാണിച്ചിട്ട് 60% ഓഫ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രൈസിങ് ഇടും. അപ്പോൾ സാധാരണക്കാരനല്ലേ ആദ്യമായിട്ട് കയറി നോക്കുന്ന ഒരാൾ വിചാരിക്കും ഇത് ഈ ഒരു സെയിലിൻ്റെ എക്സ്ക്ലൂസീവ് പ്രൈസിങ് ആണെന്ന്. പക്ഷേ ഇതിനെപ്പറ്റി കൂടുതൽ അന്വേഷിക്കുമ്പോഴാണ് നമുക്കൊരു കാര്യം മനസ്സിലാവുന്നത്. ഈ പറയുന്ന ഓഫർ പ്രൈസ് അവർ ഫേക്ക് ക്രിയേറ്റ് ചെയ്തതാണ്. അതായത് നോർമൽ ഇപ്പോൾ ഒരു 5000 രൂപയ്ക്ക് സെല് ചെയ്തുകൊണ്ടിരുന്ന പ്രൊഡക്റ്റ് ആണെന്ന് വിചാരിക്കുക. അവർ സെയിൽ തുടങ്ങുന്നതിന് 2 ദിവസം മുന്നേ അല്ലെങ്കിൽ സെയിലിന് തൊട്ട് മുന്നേ അവർ നേരെ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് 7000 അല്ലെങ്കിൽ 6000 ജമ്പ് ചെയ്യിപ്പിക്കുന്നു അല്ലെങ്കിൽ ഇൻഫ്ലേറ്റ് ചെയ്യിപ്പിക്കുന്നു. ശേഷം സെയിലിൻ്റെ സമയമാകുമ്പോഴത്തേക്ക് തിരിച്ച് പഴയ പോലെ ആ ഒരു പ്രൊഡക്റ്റിൻ്റെ നോർമൽ സെല്ലിംഗ് പ്രൈസ് ആയ 5000 വരും. അപ്പോൾ എനിക്ക് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ തോന്നിയൊരു കാര്യമാണിത്. ഇപ്പോൾ ഈ കാണുന്ന മൗസ്, ഇത് ലോജിടെക്കിൻ്റെ MX Master 2S ആണ്. സെയിലിൻ്റെ സമയത്ത് അത്യാവശ്യം നല്ലൊരു ഓഫറിലാണ് എനിക്കിത് കിട്ടിയത്. അറൗണ്ട് 4000 രൂപയ്ക്ക് കിട്ടി. 5500-6000 രൂപയ്ക്കാണ് ഇതിൻ്റെ നോർമൽ സെല്ലിംഗ് പ്രൈസ് വരുന്നത്. പക്ഷേ ആ ഒരു സെയിൽ പ്രൈസ് നമുക്ക് ഭയങ്കര വലുതായിട്ട് തോന്നാൻ വേണ്ടി സെയിൽ തുടങ്ങുന്നതിന് തൊട്ട് തലേന്ന് നോക്കിയപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ വില 8500 ആയിരുന്നു. നോർമലി 5000 രൂപയ്ക്ക് അല്ല 5500 രൂപയ്ക്ക് വിൽക്കുന്ന പ്രൊഡക്റ്റിൻ്റെ വില ഇൻഫ്ലേറ്റ് ചെയ്തിട്ട് എക്സ്ക്ലൂസീവ് ഡീൽ എന്നുള്ള രീതിയിൽ 4000 കാണിച്ചു. പ്രൈം മെമ്പർ ആയതുകൊണ്ട് അന്ന് വാങ്ങിക്കാൻ പറ്റി. നോൺ പ്രൈം മെമ്പേഴ്സിൻ്റെ കൂടെ വാങ്ങാൻ നിന്നായിരുന്നെങ്കിൽ നോർമൽ സെല്ലിംഗ് പ്രൈസ് ആയ 5000 രൂപയ്ക്ക് അല്ല 5500 രൂപയ്ക്ക് എനിക്കിത് വാങ്ങേണ്ടി വന്നേനെ. ഇപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിനും ഇതേ ഒരു അവസ്ഥ പറ്റി. അവൻ മാക്ബുക്ക് എയർ M1 എടുക്കാനിരുന്നതാണ് കഴിഞ്ഞ പ്രൈം ഡേ സെയിലിൽ. അപ്പോൾ 60000 രൂപയ്ക്ക് കിട്ടുന്നത് കണ്ട് കാർഡൊക്കെ റെഡിയാക്കി ഇരുന്നു. പക്ഷേ സെയിൽ തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് സെയിലിന് മുന്നേ ആയിരുന്നു 60000 രൂപ, സെയിൽ തുടങ്ങിയപ്പോഴത്തേക്ക് 65000 പോയി. അപ്പോൾ ബ്രാൻഡുകൾ ഈ പറഞ്ഞ ആമസോണും ഫ്ലിപ്കാർട്ടും ഒക്കെ പ്രൈസ് ഇൻഫ്ലേറ്റ് ചെയ്ത് കാണിച്ചിട്ട് സെയിലിൻ്റെ സമയത്ത് കുറച്ച് കാണിച്ചിട്ട് സാധാരണക്കാരെ പറ്റിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എപ്പോൾ ഒരു പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞാലും ഈ പറയുന്ന പ്രൈസ് ഹിസ്റ്ററി പോലെയുള്ള ഏതെങ്കിലും ഒരു വെബ്സൈറ്റോ ആപ്ലിക്കേഷനോ സോഫ്റ്റ്വെയറോ യൂസ് ചെയ്തിട്ട് ആ ഒരു പ്രൊഡക്റ്റിൻ്റെ ലോവസ്റ്റ് പ്രൈസ് അല്ലെങ്കിൽ ബെസ്റ്റ് ഓഫർ പ്രൈസ് ആണെന്ന് ഉറപ്പ് വരുത്തിയ ശേഷം മാത്രം ഈ പറയുന്ന ഓഫർ പ്രൈസിലുള്ള പ്രൊഡക്റ്റുകൾ വാങ്ങുക. അല്ലാത്ത പക്ഷം നിങ്ങൾ ഈ ഓഫറിൽ മേടിക്കുന്നതിനെക്കാട്ടി കുറഞ്ഞ് നോർമൽ സമയത്ത് നിങ്ങൾക്ക് ആമസോൺ, ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ വാങ്ങാൻ പറ്റും. സോ ഒരിക്കലും അവർ ആ മെയിൻ സ്ക്രീനിൽ കാണിക്കുന്ന പരസ്യത്തിലെ പ്രൈസ് കണ്ടിട്ട് അതിലേക്ക് പോയി എടുത്ത് ചാടരുത്. അതിനെക്കാട്ടി കുറഞ്ഞ പ്രൈസിന് പലപ്പോഴും നമുക്ക് പ്രൊഡക്റ്റുകൾ അവൈലബിൾ ആയിരിക്കും. ഇപ്പോൾ ഞാനിപ്പം ഈ വീഡിയോ ചെയ്യാൻ വേണ്ടി എനിക്ക് കുറച്ച് ലാപ്ടോപ്സ് ചെക്ക് ചെയ്യണമായിരുന്നു. അപ്പോൾ ലാപ്ടോപ്പിൻ്റെ സെയിൽസ് എടുത്ത് നോക്കിയപ്പോഴാണ് നല്ല മോഡൽസിനൊന്നും പ്രത്യേകിച്ച് ഡിസ്കൗണ്ടുകളൊന്നും കാണുന്നില്ല.
വളരെ കുറച്ച് മോഡൽസിന് മാത്രമാണ് ഡിസ്കൗണ്ട് ഉള്ളത്. അതും പറയത്തക്ക ഡിസ്കൗണ്ട് ഒന്നുമില്ല, കാർഡ് ഓഫേഴ്സ് ഒക്കെ ചേർത്ത് മാക്സിമം ഒരു 1000-1500 രൂപയ്ക്ക് ഓഫ് കാണുന്നുള്ളൂ. അപ്പോൾ അതിനെപ്പറ്റി പ്രത്യേകിച്ച് വീഡിയോ ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. പിന്നെ രണ്ടാമതായിട്ട് എനിക്ക് ഏറ്റവും വലിയൊരു ട്രാപ്പായിട്ട് തോന്നിയൊരു കാര്യമാണ്, ഒരു 2 വർഷം അല്ലെങ്കിൽ 3 വർഷം മുന്നേയൊക്കെയുള്ള സെയിൽ നോക്കുകയാണെങ്കിൽ സെയിലിൻ്റെ ഓഫർ പ്രൈസ് എന്ന് പറയുന്നത് എല്ലാവർക്കും ആപ്ലിക്കബിൾ ആയിരുന്നു. അതായത് ഒരു പർട്ടിക്കുലർ ബാങ്കിൻ്റെ കാർഡൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഈ ഒരു ഓഫർ പ്രൈസിൽ സാധനങ്ങൾ വാങ്ങാൻ പറ്റുമായിരുന്നു. എന്നാൽ ഇപ്പോൾ ലാസ്റ്റ് കുറച്ച് നാളായിട്ട് കണ്ടുവരുന്ന ട്രെൻഡ് ഒരു പർട്ടിക്കുലർ സെറ്റ് ഓഫ് കാർഡ്സിന് മാത്രമാണ്, അതും ക്രെഡിറ്റ് കാർഡ്സിന് മാത്രമാണ് ഈ പറയുന്ന എക്സ്ക്ലൂസീവ് ഓഫർ എന്ന് പറയുന്നത്. 63,000 രൂപയ്ക്ക് iPhone 15 കിട്ടുമെന്ന് പറയുമ്പോൾ അത് ICICI ബാങ്കിന് ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ മാത്രമാണ് ആ ഒരു പ്രൈസിൽ കിട്ടുന്നത്. 2,000 രൂപ എക്സ്ട്രാ ഓഫ് ആ ഒരു കാർഡ് യൂസ് ചെയ്തെങ്കിൽ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ആമസോണിലെ സെയിലിൻ്റെ കാര്യത്തിലും അതുപോലെ തന്നെയാണ് SBIയുടെ ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് അവരാ പറയുന്ന അത്രയും ലോവസ്റ്റ് ആയിട്ടുള്ള ഓഫർ പ്രൈസിൽ കിട്ടുന്നത്. അപ്പോൾ പഴയ പോലെ കൂപ്പണുകളും കാര്യങ്ങളൊന്നും കൊടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പറയുന്ന സെയിലിൻ്റെ പ്രൈസ് എല്ലാവർക്കും ഒരുപോലെ അല്ല കിട്ടുന്നത്. അപ്പോൾ ഓരോ സെയിൽ തുടങ്ങുമ്പോഴും ഏത് കാർഡിനാണ് ഓഫർ എന്നുള്ളത് കണ്ടുവച്ചിട്ട്, കയ്യില്ലാത്ത കാർഡാണെങ്കിൽ ആരുടെയും പരിചയത്തിൽ നിന്ന് എങ്ങനെയും മേടിച്ച് വെച്ചെങ്കിലും മാത്രമേ ഈ പറഞ്ഞ ഓഫർ പ്രൈസിലൊക്കെ സാധനങ്ങൾ വാങ്ങാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എൻ്റെ റെക്കമെൻഡേഷൻ, നിങ്ങൾ ഈ പറയുന്ന ബ്രാൻഡുകൾ, അതായത് ആമസോൺ, ഫ്ലിപ്കാർട്ടും ഒക്കെ അവരുടെ ഹോം സ്ക്രീനിൽ കാണിക്കുന്ന പരസ്യത്തിൽ പോയി വീഴാതിരിക്കുക. എപ്പോഴും നിങ്ങൾ പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ പ്രൈസ് ഹിസ്റ്ററി നോക്കിയിട്ട് ആ ഒരു ടൈമിൽ വാങ്ങിക്കാൻ ബെസ്റ്റ് ആണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം വാങ്ങിക്കുക. അല്ലാത്ത പക്ഷേ അതിൻ്റെ നോർമൽ പ്രൈസിലേക്ക് എത്താൻ അല്ലെങ്കിൽ പ്രൈസ് കുറയാൻ വേണ്ടി കാത്തിരിക്കും. സെയിലിൻ്റെ സമയത്ത് എക്സ്ക്ലൂസീവ് പ്രൈസ് ആണെന്ന് കണ്ടുകൊണ്ട് എടുത്ത് ചാടി വാങ്ങിക്കാതിരിക്കുക. കാര്യം ഇപ്പോൾ പല പ്രോഡക്റ്റുകളും 6,000-ൻ്റെയൊക്കെ പ്രോഡക്റ്റുകൾ 5,999-നും 1 രൂപ കുറച്ച് 5 രൂപ കുറച്ചൊക്കെ പല പ്രോഡക്റ്റുകൾ ഈ ഒരു സെയിലിൻ്റെ സമയത്ത് കണ്ടു. സോ സാധാരണക്കാരനെ അവർ പറ്റിക്കേണ്ട രീതിയിലൊക്കെ പറ്റിക്കുന്നുണ്ട്. അപ്പോൾ എപ്പോഴും നമുക്ക് സെയിൽ എന്ന് പറയാൻ പറ്റുന്നത് ഈ പറഞ്ഞ സെപ്റ്റംബർ അവസാനം അല്ലെ ഒക്ടോബർ ആദ്യം വരുന്ന ആ ഒരു ഫെസ്റ്റിവൽ സീസൺ സെയിൽ, ബിഗ് ബില്യൺ ഡേ സെയിലും ഗ്രേറ്റ് ഫെസ്റ്റിവൽ സെയിലുമാണ്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ എക്സ്ക്ലൂസീവായിട്ട് അത്ര ഡിസ്കൗണ്ടിലൊക്കെ വാങ്ങണമെന്നുണ്ടെങ്കിൽ ആ ഒരു സെയിലിന് വേണ്ടി കാത്തിരിക്കാം. പിന്നെ എല്ലാ സെയിലും ആസ് യൂഷ്വൽ താരം എന്ന് പറയുന്നത് iPhone ആയിരിക്കും. കാരണം മറ്റൊന്നുമല്ല, ഈ പറഞ്ഞ സെയിൽ തുടങ്ങുന്നതിന് തൊട്ട് മുന്നേ, അതായത് സെപ്റ്റംബർ മാസത്തിലായിരിക്കും ആപ്പിളിൻ്റെ പുതിയ പ്രോഡക്ട്സിൻ്റെ ലോഞ്ച് വരുന്നത്. അപ്പോൾ പുതിയ പ്രോഡക്ട്സ് ലോഞ്ച് ചെയ്യുമ്പോൾ പ്രീവിയസ് പ്രോഡക്റ്റുകൾക്കെല്ലാം അത്യാവശ്യം നല്ലൊരു ഓഫർ അല്ലെങ്കിൽ ഒരു പ്രൈസിലൊരു ഡിപ്രീസിയേഷൻ വരും. ആ ഒരു ടൈമിൽ പഴയ ഓൾഡ് സ്റ്റോക്ക് കിടക്കുന്ന എല്ലാ പീസുകളും കൂടെ അവർ സെയിലിൻ്റെ സമയത്ത് ഇട്ടിട്ട് ഏറ്റവും ലോവസ്റ്റ് പ്രൈസിൽ കൊടുക്കും. അപ്പോൾ ഞാൻ എൻ്റെ ഐഫോണൊക്കെ വാങ്ങിച്ചു, ഇപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ഫോണൊക്കെ വാങ്ങിച്ചത് അത്തരത്തിലാണ്. ഈ പറയുന്ന ആപ്പിളിൻ്റെ പ്രോഡക്ട്സുകൾ, എസ്പെഷ്യലി ഐഫോൺസ്, പ്രീവിയസ് ജെൻ ഐഫോൺസ് കാണിച്ചിട്ടാണ് എല്ലാവരും സെയിലിൻ്റെ സമയത്ത് ആളുകളെ വീഴുന്നത്. അവർ വലിയ ഇതിൽ അടിച്ചു വെക്കുന്നതും വലിയ പരസ്യമായിട്ട് അടിച്ചു വെക്കുന്നതും ഈ പറഞ്ഞ ഐഫോൺസും അല്ലെങ്കിൽ മാക്ബുക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും. പിന്നെ വളരെ കുറച്ച് ഫ്ലാഗ്ഷിപ്പ് ഫോണുകളും. ബാക്കിയുള്ള നോർമൽ പ്രോഡക്റ്റുകൾക്ക് ഈ പറഞ്ഞ ഓഫേഴ്സ് എന്നൊക്കെ പറയുന്നത് വളരെ ലിമിറ്റഡ് ആണ്. അപ്പോൾ നിങ്ങൾ ഓഫർ ചെക്ക് ചെയ്ത് വെരിഫൈ ചെയ്തിട്ട് മാത്രം പ്രൊഡക്റ്റുകളുടെ ഓർഡറുകൾ പ്ലേസ് ചെയ്യാം. പിന്നെ പലപ്പോഴും ഏറ്റവും ലോവസ്റ്റ് പ്രൈസിലേക്ക് കിട്ടുന്ന സമയത്ത് നമുക്ക് പ്രൊഡക്റ്റ് ചെക്കൗട്ട് ആവാറില്ല. ഹൈ ട്രാഫിക് റേറ്റ് കാരണം നമുക്ക് പേയ്മെൻറ്റ് ക്യാൻസലായിട്ട് തിരിച്ച് കയറി വരുമ്പോഴത്തേക്ക് പ്രൈസ് കൂടുന്ന ഒരു സംഭവം കൂടെ കാണാറുണ്ട്. കാർഡ് ഉണ്ടെങ്കിലും ലോവസ്റ്റ് പ്രൈസിൽ കിട്ടുക എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ലക്കാണ്. സോ എനിക്ക് ഈ സെയിലിൻ്റെ സമയത്ത് തോന്നിയ കാര്യങ്ങൾ ഇതൊക്കെയാണ്. എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഈ സെയിലിൻ്റെ സമയത്ത് വാങ്ങാനെന്ന് പറഞ്ഞ് തോന്നിയ അങ്ങനെ പ്രൊഡക്റ്റുകളൊന്നും വേറെ കണ്ടില്ല. അതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ ഫോളോ അപ്പ് വീഡിയോസ് ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ എന്തായാലും അടുത്ത ഫെസ്റ്റിവൽ സീസൺ സെയിൽ വരുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ ഒരു സെയിലിനെ പറ്റിയുള്ള ഡീറ്റെയിൽഡ് വീഡിയോ നമുക്ക് ചെയ്യാം. സോ നമ്മൾ ഈ വീഡിയോയുടെ ജസ്റ്റ് വൈൻഡ് അപ്പ് ചെയ്യാണ്. വീഡിയോ തീർച്ചയായും നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. കുറച്ചെങ്കിലും ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ നിന്ന് കിട്ടി കാണുമെന്നൊരു വിശ്വാസം എനിക്കുണ്ട്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡെഫിനറ്റ്ലി വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ മാക്സിമം ഫ്രണ്ട്സായിട്ട് വീഡിയോ ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ മറ്റൊരു വീഡിയോ നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരെ ബൈ.